നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അയ്യോ വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചോടിച്ചേ, കൊന്നേ, ചത്തേ, എന്തൊക്കെയായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ അന്നത്തെ നാടകം. KSU പ്രവർത്തകരുടെ ആക്രമണത്തിലല്ല, ഉന്തിലും തള്ളിലുമാണ് പരിക്കേറ്റതെന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ മൊഴി കൊടുത്തിരിക്കുന്നു. കണ്ണൂർ CPMകാരുടെ കരണ തടിക്കും പോലെ ആയിട്ടുണ്ട് വീണയുടെ ഈ മൊഴി. സഖാത്തിയെ കൈവച്ചെന്നും മോങ്ങി P ജയരാജനും PK ശ്യാമളയും KK രാഗേഷ് തുടങ്ങി കണ്ണൂരിലെ നേതാക്കൾ എല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങിയായിരുന്നല്ലോ അന്ന് പ്രതിഷേധം വരെ നടത്തിയത്. വീണയുടെ കഴുത്ത് തിരിച്ചോടിച്ചെന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ രോഷം പ്രകടിപ്പിച്ചു. കൊല്ലാൻ നോക്കിയെന്ന് MV ജയരാജന്റെ പൊട്ടിത്തെറി. KSUകാരുടെ നിഴൽ പോലും വീണ ജോർജിന്റെ 7 അയലത്ത് എത്തിയില്ല. എന്നിട്ടും കഴുത്തൊടിച്ചെന്നായിരുന്നു കൂക്കിവിളികളും ബഹളങ്ങളും ഒക്കെ. പിന്നെ ICUവിൽ കിടന്ന് നാടകവും. ഒടുക്കം ഒരു ഉണ്ടയും പറ്റിയിട്ടില്ല എന്ന് വീണ ജോർജ് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ വധശ്രമത്തിന് കേസെടുത്ത് നല്ല യമണ്ടൻ FIR ഒക്കെ ഇട്ട പോലീസ് ഏമാന്മാർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? മുഖ്യന്റെ മുഖത്ത് നോക്കി പോയി പണി നോക്കെന്ന് ചീറുകയാണ് വീണ ജോർജ്. കഴുത്തുളുക്ക് നാടകം കൊഴുപ്പിച്ച് തന്നെ അടപടലം കുടുക്കിയ കണ്ണൂർ CPMനും സ്പീക്കർ ഷംസീറിനും മുഖ്യനും എല്ലാവർക്കും ഭേഷ കൊടുത്തിരിക്കുകയാണ് വീണ ജോർജ്. തെരഞ്ഞെടുപ്പിന് മുന്നേ വീണ് കിട്ടിയ വടിയായതുകൊണ്ട് ആ കഴുത്തുളുക്ക് നാടകം പരമാവധി CPMകാർ എടുത്തിട്ടങ്ങ് കത്തിച്ചായിരുന്നല്ലോ. വീണയെ താങ്ങിയെടുത്ത് അങ്ങ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ICUവിൽ കിടത്തുന്നു, മുഖ്യൻ പാഞ്ഞെത്തുന്നു. ഒടുക്കം എയറിൽ കയറിയത് വീണ ജോർജ് മാത്രമാണ്. കഴുത്തുളുക്കി മന്ത്രി എന്ന് ട്രോളോട് ട്രോളായിരുന്നു. വീണ ജോർജിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. 2 മുദ്രാവാക്യം കേട്ടപ്പോഴേ വീണയുടെ കഴുത്തുളുക്കിയെന്നായിരുന്നു പ്രതിപക്ഷത്തുള്ളവർ പരിഹാസം ഉന്നയിച്ചത്. ഇത് മാത്രമല്ല, പിന്നീട് KSUക്കാർ, യൂത്ത് കോൺഗ്രസുകാർ, UDFകാർ വീണ ജോർജിനെ വളഞ്ഞിട്ടാണ് തല്ലിയത്. വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചോടിക്കുന്ന ഒരു ദൃശ്യം കാണിച്ചു കഴിഞ്ഞാൽ മന്തി തരാം, 1 ലക്ഷം രൂപ തരാം എന്നൊക്കെ വലിയ ബെറ്റൊക്കെ ആയിരുന്നു UDFകാർ വെച്ചത്. വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന പോലീസ് കേസ് വെറും ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കഥകൾ തന്നെയാണ്. KSU പ്രവർത്തകർ തന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രതിഷേധത്തിനിടയിലെ ഉന്തിലും തള്ളിലുമാണ് പരിക്കേറ്റതെന്നുമുള്ള മന്ത്രിയുടെ സത്യസന്ധമായ മൊഴി കണ്ണൂർ CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. വധശ്രമ വകുപ്പ് 307 ഒഴിവാക്കി കേസ് വെറും പെറ്റി കേസായി മാറുന്നതോടെ 5 വിദ്യാർത്ഥി നേതാക്കളെ ദിവസങ്ങളോളം അഴിക്കുള്ളിലാക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് പിണറായിയുടെ ഭരണകാലത്ത് സംഭവിക്കുന്നത് ഇതാണെന്ന്. ഓരോ കള്ളക്കേസുകൾ ഉണ്ടാക്കി പ്രതിപക്ഷത്തുള്ള ചെറുപ്പക്കാരെ ഇതുപോലെ തൂക്കി അകത്തിടുകയാണ്. മുൻപ് നമ്മൾ ഒരു നവകേരള യാത്ര സംഘടിപ്പിച്ചപ്പോഴത്തെ അവസ്ഥ കണ്ടതായിരുന്നല്ലോ. നവകേരള ബസ്സിന് നേരെ ഒരു ഷൂ എറിഞ്ഞപ്പോൾ ഉടനെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച എന്നും പറഞ്ഞുകൊണ്ട് FIR ഇട്ട പോലീസാണ് ഇവിടെ ഉള്ളത്. ഒടുക്കം കോടതി ആ കേസ് കീറി എറിയുകയായിരുന്നു. വീണ ജോർജിൻ്റെതും സമാനമായ അവസ്ഥയായിരുന്നു. സംഭവം നടന്ന ഉടൻ KSU പ്രവർത്തകർ മന്ത്രിയെ വധിക്കാൻ പദ്ധതി ഒരുക്കിയെന്നും കൊല്ലട എന്ന് ആക്രോശിച്ച് കഴുത്തിന് പിടിച്ചെന്നൊക്കെ പ്രസംഗിച്ച MV ജയരാജൻ അടക്കമുള്ള CPM നേതാക്കൾ ഇപ്പോൾ മറുപടിയില്ലാത്ത അവസ്ഥയിലാണ്. നേതാക്കൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് മന്ത്രി തന്നെ മൊഴി നൽകിയതോടെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം ഇപ്പോൾ അങ്കലാപ്പിലാണ്. രാഷ്ട്രീയ പകപോക്കലിനായി ഒരുക്കിയ തിരക്കഥ മന്ത്രി തന്നെ തിരുത്തി എഴുതിയത് CPMന് കനത്ത വെല്ലുവിളിയും തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ ജോർജിന് നേരെ കലിപൂണ്ട് നിൽക്കുകയാണ് കണ്ണൂരിലെ CPMകാർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട്. സ്പീക്കർ AN ഷംസീറിന്റെ തട്ടകമായ കണ്ണൂരിൽ വെച്ച് ഇത്തരമൊരു ഗൂഢാലോചന നടന്നത് സ്പീക്കറുടെ അറിവോടെയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാകുന്നു. പോലീസിനെ കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചേർപ്പിക്കാനും വിദ്യാർത്ഥികളെ ജയിലിൽ അടയ്ക്കാനും ഉന്നതതല ഇടപെടൽ നടന്നതായിട്ടാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ മറച്ചുപിടിച്ചാണ് പോലീസ് ഈ നാടകം കളിക്ക് കൂട്ടുനിന്നു കൊടുത്തത്. അതായത് മാരകായുധങ്ങളുമായി വീണ ജോർജിനെ ആക്രമിക്കാൻ എത്തിയ ഒരു സംഘം എന്നൊക്കെയായിരുന്നു FIRൽ എഴുതി പിടിപ്പിച്ചത്. ഈ മാരകായുധം എന്താണ്? അതായത് KSUവിന്റെ കൊടി കെട്ടിയ PVC പൈപ്പ്, അതാണ് മാരകായുധം. എത്രത്തോളം ഊച്ചാളിത്തരമാണ് ഇവർ കാണിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ?
മന്ത്രിക്ക് പോലും ഇല്ലാത്ത പരാതി പടച്ചുണ്ടാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഗുരുതരമായ കുരുക്കിലാണ്. ഒരു മന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ ഇരുന്ന് കള്ളപ്പരാതി നൽകിയ ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി വേണം എന്ന ആവശ്യം ശക്തമാണ്. ഭരണമാറ്റമുണ്ടായാൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ വരുമെന്ന് ഉറപ്പാണ്. UDF വെറുതെ വിടില്ല, അധികാരം കിട്ടുന്നത് അവർക്കാണെങ്കിൽ. പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് KSUക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വധശ്രമ കേസെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് തങ്ങളെ ജയിലിൽ അടച്ചതിനും വീടുകൾക്ക് നേരെ ബോംബേറ് നടത്തിയതിനുമെതിരെ KSU കനത്ത നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. MC അതിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേട്ടയാടിയ പോലീസുകാർക്കെതിരെയും ഗൂഢാലോചനയിൽ പങ്കാളികളായ നേതാക്കൾക്കെതിരെയും കോടതിയെ സമീപിക്കും. വധശ്രമ വകുപ്പ് ഒഴിവാക്കി കേസ് ലഘൂകരിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ആ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ സ്പീക്കർ AN ഷംസീർ ഉണ്ടായിരുന്നു. കഴുത്തുവേദനയെന്ന് മന്ത്രി പറഞ്ഞത് സ്പീക്കർ പറഞ്ഞിട്ടാണെന്ന ആരോപണം ശക്തമാണ്. അതെല്ലാം വീണ്ടും ചർച്ചയാകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞതിന് പിന്നാലെ കണ്ണൂരിലെ CPMകാർ അങ്ങ് ഇളകി ഇറങ്ങുകയായിരുന്നു. തറ ഗുണ്ടായിസമാണ് പിന്നെ അവർ കാണിച്ചത്. ഈ പറയുന്ന വീണ ജോർജിന് നേരെ പ്രതിഷേധവുമായി വന്നവരുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള നീക്കമുണ്ടായി. ബോംബെറിയാൻ ശ്രമിച്ചു. നിന്നെയൊക്കെ കൊല്ലും, തിന്നും, വെട്ടും എന്നുള്ള മുറവിളി ഉയർത്തി. ഒരു കലാപത്തിലേക്ക് പോലും നയിക്കുന്ന അന്തരീക്ഷമാണ് ഈ പറയുന്ന ഈ ഒരു ഒറ്റ നാടകം കളി കൊണ്ടുണ്ടായത്. ഒന്ന് ഓർത്തു നോക്കണം, എത്ര ഗുരുതരമായ വിഷയമാണ് എന്നോർക്കണം. കണ്ണൂർ പോലൊരു സ്ഥലത്താണ് CPMന്റെ ഒരു നേതാവിനെ ആക്രമിച്ചു എന്ന് പരക്കുന്നത്. പിന്നെ ഈ CPMകാർ വെറുതെ ഇരിക്കുമോ? കോൺഗ്രസുകാരുടെ ഓഫീസുകൾ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. ഗുരുതര പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ഒരു ഭരണകൂടം തന്നെ നടത്തിയ തിരക്കഥയാണെന്ന് ഓർത്തു നോക്കണം. കൊല്ലട എന്ന് ആക്രോശിച്ച് കഴുത്തിന് പിടിച്ചു എന്നതടക്കമുള്ള പോലീസ് FIRലെ നാടകീയ വരികളെല്ലാം മന്ത്രിയുടെ മൊഴിയോടെ ഇപ്പോൾ അപ്രസക്തമായിരിക്കുകയാണ്. വധശ്രമക്കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമായതോടെ കള്ളപ്പരാതി നൽകിയ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മന്ത്രിയെ അപായപ്പെടുത്താനും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും മാരകായുധങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസിന് മൊഴി നൽകിയത് ഈ പറയുന്ന സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ഈ പരാതിയെ പാടെ തള്ളുന്നതാണ് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഒരു ഗൺമാൻ എഴുതി നൽകിയ തിരക്കഥയിൽ പോലീസ് കെട്ടിപ്പൊക്കിയ വധശ്രമ കേസ് ഒടുവിൽ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അധികാരത്തിന്റെ തണലിൽ കള്ളമൊഴി നൽകിയ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. വീണ ജോർജിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധം നടന്നു. അത് സത്യം തന്നെയാണ്. KSU പ്രവർത്തകർ ഇരച്ചു കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് വീണ ജോർജിന്റെ 7 അയലത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. അത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ പുറത്തു വന്ന അന്നത്തെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴും വ്യക്തമാകും. വീണയുടെ അടുത്തേക്ക് ഒരു 6-7 പ്രവർത്തകരാണ് മുദ്രാവാക്യവും വിളിച്ച് എത്തുന്നത്. എന്നാൽ ഇവരെ തടഞ്ഞത് 10-25ഓളം പോലീസ് ചേർന്നാണ്. ഈ നരുന്ത് പോലെയുള്ള പ്രതിഷേധക്കാരെ ഗടാഗടിയന്മാരായ പോലീസുകാർ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയായിരുന്നു. പിന്നെ ഇതിനിടയിൽ മന്ത്രിയുടെ ഷോയും ഉണ്ടായിരുന്നു. സാധാരണ പ്രതിഷേധക്കാർ അടുത്തെത്തുമ്പോഴത്തേക്ക് മന്ത്രി ഇറങ്ങി അവർക്ക് അടുത്തേക്ക് ചെല്ലുന്ന ഒരു നീക്കം വീണ ജോർജിന്റെ ശൈലിയാണല്ലോ. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഈ പ്രതിഷേധക്കാരെ ചീത്ത പറഞ്ഞുകൊണ്ട് ചെറഞ്ഞോണ്ട് ഈ പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് വീണ ജോർജ് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോഴും ചുറ്റും പോലീസുകാരുണ്ട്. മന്ത്രിയെ വളഞ്ഞ് പോലീസ് സംഘം, വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. പോലീസ് മന്ത്രിയെ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. വനിതാ പോലീസുകാർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വീണ ജോർജിനെ. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ ഉന്തും തള്ളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ആ വീഡിയോയിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മന്ത്രിയുടെ ഗൺമാന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗ് ഈ ഗൺമാൻ പിടിച്ച് വലിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വീണ ജോർജിന്റെ കഴുത്തിലൂടെയാണ് ആ ബാഗ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാകാം പരിക്ക് സംഭവിച്ചത്. വീണ ജോർജിന് കഴുത്തിന് മുൻപും പ്രശ്നമുണ്ടായിരുന്ന ഒരാളാണ്. അതവരുടെ നാടകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് കഴുത്തിന് പ്രശ്നമുള്ള ആളായിരുന്നു. 2021 അവരുടെ തെരഞ്ഞെടുപ്പ് വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. കാരണം ആ സമയത്ത് അവർ കഴുത്തിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. ഈ ഉന്തിലും തള്ളിലുമാകാം പരിക്ക് പറ്റിയത്. എന്നാൽ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഷംസീർ ഉണ്ടായിരുന്നു. ഷംസീറിനെ കണ്ടതിന് ശേഷമായിരുന്നു വലിയ നാടകം കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും ട്വിസ്റ്റ് ഉണ്ടായതും. ഷംസീർ ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ്. പിന്നാലെ പെടലിക്ക് കൈവച്ചുകൊണ്ട് വീണ ജോർജ് നിലത്തിരിക്കുകയാണ്. ഉടനെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ നിമിഷം തന്നെ ഷംസീർ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോകുകയും ചെയ്തു. പിന്നെ നടന്ന തിരക്കഥ അത് കണ്ണൂർ സഖാക്കളുടേതായിരുന്നു.
കണ്ണൂരിലുണ്ടായിരുന്ന പിണറായി നേരിട്ടെത്തി വീണയെ കണ്ടതൊക്കെ നാടകം കളി കൊഴുപ്പിക്കുന്നതായി പോയി. ഒരു വനിതാ മന്ത്രിയെ നാടകം കളിക്ക് ഉപയോഗിച്ചിട്ട് ഒടുക്കം അവരെ നാട്ടുകാരുടെ തെറിവിളിക്ക് ഇട്ടുകൊടുത്തിട്ട് സഖാക്കന്മാർ എല്ലാവരും മുങ്ങി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു സെറ്റിട്ട് വീണ ജോർജിനെ കിടത്തിയത്. അതിനേക്കാൾ കോമഡി, ഗുരുതര പരിക്കേറ്റ് ICUവിൽ അഡ്മിറ്റ് ചെയ്ത വീണ ജോർജിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ഒരു കാറിലാണ്. 10-11 മണിക്കൂർ ട്രാവൽ ചെയ്യണം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണമെങ്കിൽ. ഇത്രയും ദൂരം ഗുരുതര പരിക്കേറ്റ വീണ ജോർജ് കാറിൽ യാത്ര ചെയ്തു. ആരോഗ്യമന്ത്രിക്ക് എന്ത് സുരക്ഷയാണ് സർക്കാർ കൊടുക്കുന്നത് എന്ന് ഇതോടെ ട്രോൾ ഉയർന്നു. അത്യാവശ്യ ഘട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ച് കൂടായിരുന്നോ? ഇൻഡിഗോ വിമാനത്തിൽ കൊണ്ടുവരാമായിരുന്നല്ലോ. വേണ്ട, ഒരു ട്രെയിനിൽ കിടത്തി കൊണ്ടുവരാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ആരോഗ്യമന്ത്രിക്ക് ഒരു സുരക്ഷയും കൊടുക്കാതെ കാറിൽ കൊണ്ടുവന്നു. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്തിടത്ത് സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്നായിരുന്നു വലിയ ട്രോളുകൾ ഉയർന്നത്. വീണ ജോർജിന് വീട്ടിലെത്തിയതിന് ശേഷം കുറേ ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം അത്രത്തോളം സൈബർ ആക്രമണം വീണ ജോർജിന് നേരെ നടന്നു. ഇതെല്ലാം ഈ പറയുന്ന അവരുടെ തന്നെ ഒരു സഖാത്തിയെ ട്രോളന്മാർക്ക് പിടിച്ചിട്ട് കൊടുത്തു ഈ CPMകാർ. വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനായിരുന്നു ഈ സംഭവം തിരികൊളുത്തിയത്. മന്ത്രിയുടെ കഴുത്തിന് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് വധിക്കാൻ ശ്രമിച്ചു എന്ന്. ഇങ്ങനെയൊക്കെയാണ് FIRൽ എഴുതി കൂട്ടിയത്. എന്നാൽ സത്യാവസ്ഥ എന്തായിരുന്നു? മന്ത്രിക്ക് മർദ്ദനമേൽക്കുകയോ സുരക്ഷാ വീഴ്ച സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസുകാർ വീണ ജോർജിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ സമയം ഈ 4 നരിന്ത് പിള്ളേർക്ക് വീണ ജോർജിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. 2 മുദ്രാവാക്യം കേട്ടപ്പോൾ തന്നെ കഴുത്തുളുക്കിയ വീണ ജോർജ്. ഇത്രത്തോളം പ്രഹസനമായി മാറി വീണ ജോർജിൻ്റെ ഈ നാടകം കളി. പിന്നീട് UDFകാർ കൃത്യമായി അത് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുകയും ചെയ്തല്ലോ. ആറന്മുളയിലെ സ്ഥാനാർത്ഥിയാണല്ലോ വീണ ജോർജ്. അവർക്ക് നേരെ അത് കൃത്യമായ ആയുധമാക്കുകയും ചെയ്തു UDF. CPMന്റെ സൈബർ കൂട്ടങ്ങൾ ഇതിനിടയ്ക്ക് വീണ ജോർജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്തിയെങ്കിലും അവരെല്ലാം അടിച്ചിട്ട് UDFന്റെ സൈബർ ടീം സ്കോർ ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ആ ഒരു വധശ്രമ കേസ് തന്നെ ഇതാ പൊളിഞ്ഞിരിക്കുകയാണ്. അത് 8ആയി കീറിയിരിക്കുകയാണ് വീണ ജോർജ്. എനിക്ക് KSUകാരുടെ പ്രതിഷേധത്തിൽ അവർ ആക്രമിച്ചിട്ടല്ല കഴുത്തിന് പ്രശ്നമുണ്ടായതെന്നും ഉന്തിലും തള്ളിലും കഴുത്തിന് പരിക്ക് പറ്റിയതാണെന്ന് വീണ ജോർജ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാടകം കൊഴിപ്പിച്ച CPMകാർ ഇതിനെല്ലാം ഇപ്പോൾ മറുപടി പറയണം. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവർക്ക് വായിലെ പിരിവെട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനിയും ഇമാതിരി നാടകങ്ങൾ കൊണ്ടുവന്നാൽ അത് ജനങ്ങൾ തന്നെ കീറി വലിച്ചെറിയും. അവിടുത്തെ കണ്ണൂരിലെ ഈ പ്രതിഷേധം നടക്കുമ്പോഴത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തി അത് പുറത്തേക്ക് വിട്ടത് അവിടെ കൂടിയിരുന്ന ജനങ്ങളാണ്. അല്ലാതെ CCTV ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് CCTV പരിശോധിക്കാൻ പോലും തയ്യാറായത്. എന്നാൽ അതുപോലും വേണ്ടി വന്നില്ല. കാരണം അവിടെ നടന്നത് എന്തായിരുന്നു എന്നുള്ളത് ആ സെക്കൻഡിൽ തന്നെ, ആ നിമിഷം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം അവിടെ കൂടി നിന്നവർ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. അന്ന് തന്നെ ഈ നാടകം പൊളിഞ്ഞതാണ്. പിന്നെ ഇത് ഇവരിട്ടങ്ങ് കൊഴിപ്പിച്ചെന്നേ ഉള്ളൂ. നാടകം കളിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടല്ലേ മറ്റാരുമുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.